ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി. അപ്പോൾ ഇന്ന് നമ്മൾ 2ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഇംഗ്ലീഷിലെ യൂണിറ്റ് 2 ആയ എ പീസ് ഓഫ് കേക്ക് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത്. ഈ ചാപ്റ്റർ നിങ്ങൾക്ക് മലയാളത്തിൽ നന്നായി പറഞ്ഞു തരുന്നതാണ്. അതുപോലെ ഈ ചാപ്റ്ററിലെ ന്യൂ വേർഡ്സും മീനിങ്സും നമ്മൾ പറയുന്നുണ്ട്. നിങ്ങളുടെ തന്നെ ബാക്കിയുള്ള എല്ലാ സബ്ജക്ട്സിൻ്റെയും വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കായിട്ട് ഒരു പുതിയ പ്ലേലിസ്റ്റ് തന്നെ നമ്മുടെ ചാനലിലുണ്ട്. പ്ലേലിസ്റ്റിൻ്റെ പേര് ക്ലാസ് 2 ന്യൂ ടെക്സ്റ്റ് ബുക്സ് 2025-26 എന്നാണ്. അപ്പോൾ അതൊന്ന് കൂട്ടുകാർ പോയി ചെക്കൗട്ട് ചെയ്ത് നോക്കൂട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ യൂണിറ്റ് 2 ആയ എ പീസ് ഓഫ് കേക്ക് എന്ന് പറയുന്ന യൂണിറ്റാണ് നോക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ലിസൺ ടു യുവർ ടീച്ചർ. ദ മദർ എലിഫൻറ്റ് ലുക്ക്ഡ് സാഡ്. മദർ എലിഫൻറ്റ് എന്താണ്, ഭയങ്കര സങ്കടമായിട്ടാണല്ലേ നിൽക്കുന്നത്. വൈ ഈസ് ദ മദർ എലിഫൻറ്റ് സാഡ്? എന്തുകൊണ്ടായിരിക്കും ഈ മദർ എലിഫൻറ്റ് സാഡ് ആയിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഐ എം വെരി ഫാറ്റ്. ഓ യു ആർ നോട്ട് ടു ഫാറ്റ്. അപ്പോൾ എന്താണ്, ഒരു മദർ എലിഫൻറ്റ് പറയുകയാണല്ലേ ഞാൻ വളരെ തടിയാണ്, ഫാറ്റാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ്, വേറൊരു എലിഫൻറ്റ് പറയുന്നുണ്ട് നീ അത്ര തടിയൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്താണ്, ലുക്ക് മമ്മി ഹാസ് എ ഫാറ്റ് ബെല്ലി. അപ്പോൾ അതിൻ്റെ കുട്ടി പറയുന്നുണ്ട്, നോക്കൂ അമ്മയ്ക്ക് ഒരു ഫാറ്റ് ആയിട്ടുള്ള ബെല്ലി ഉണ്ട് എന്ന് പറയുന്നുണ്ട് അല്ലേ. ബെല്ലി എന്ന് പറഞ്ഞാൽ എന്താണ്, വയറാണല്ലേ. അപ്പോൾ അടുത്തൊരു കുട്ടി പറയുന്നുണ്ട്, മോം യു ആർ സ്ട്രോങ്. മോം നിങ്ങളൊരു സ്ട്രോങ് ആണ്. അതുപോലെ തന്നെ വേറൊരു കുട്ടി എന്താണ് പറയുന്നത്, യു ആർ ക്യൂട്ട് ടു. അതേപോലെ തന്നെ നിങ്ങൾ ക്യൂട്ടും ആണ് എന്ന് പറയുന്നുണ്ട് അല്ലേ. അടുത്തതാണ്, വാട്ട് ഡിഡ് ദേ ഹാവ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. എന്തായിരിക്കും അവർ ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചിട്ടുണ്ടാവുക എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായിരിക്കും എന്ന് നോക്കിയാലോ. ലെറ്റ്സ് റീഡ്. ഓൾ സാറ്റ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. സാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരിക്കുക എന്നാണ് അർത്ഥം. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഇരുന്നു. വാട്ട് ഈസ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് ടുഡേ മോം ആസ്ക്ഡ് ലൂക്കെ. അപ്പം ലൂക്കെ ചോദിക്കുകയാണ് എന്താണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് അമ്മയെന്ന് ചോദിക്കുകയാണ് അല്ലേ. വി ഹാവ് കോക്കനട്ട് ആൻഡ് ഷുഗർ കെയിൻ. അപ്പം അമ്മ പറയുകയാണ് നമുക്ക് ഇന്ന് കോക്കനട്ടും ഷുഗർ കെയിനുമാണ്. നോ മോർ കേക്ക്സ് ആൻഡ് ബിസ്ക്കറ്റ്സ് ഫ്രം ടുഡേ ഓൺവേർഡ്സ്. അപ്പോൾ ഇന്ന് മുതൽ ബിസ്ക്കറ്റ്സും കേക്കുകളൊന്നും അധികം ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. സൈഡ് ദ മദർ എലിഫൻ്റ്, അമ്മയാണ് പറയുന്നത്. ബട്ട് വൈ ദ ബേബി എലിഫൻറ്റ് ആസ്ക്ഡ് സാഡ്ലി. അപ്പോൾ വിഷമിച്ചുകൊണ്ട് ബേബി എലിഫൻറ്റ് ചോദിക്കുകയാണ് പക്ഷേ എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുകയാണ്. വി ആർ ഓൾ ഫാറ്റ്, വി ഹാവ് ടു ഈറ്റ് ലെസ് ആൻഡ് വർക്ക് മോർ. ദ മദർ റിപ്ലൈഡ്. അപ്പം അമ്മ റിപ്ലൈ കൊടുക്കുകയാണ് നമ്മളെല്ലാവരും തടിച്ചിട്ടാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് മുതൽ എന്താണ് കുറച്ച് തിന്ന് കൂടുതൽ പണിയെടുക്കാം എന്ന് പറയുന്നുണ്ടല്ലേ. വിൽ ദേ എഗ്രി വിത്ത് മോം. അവർ അമ്മയുമായിട്ട് എഗ്രി ചെയ്തിട്ടുണ്ടാവുമോ എന്ന് നമുക്ക് നോക്കാം അല്ലേ. വാട്ട് ഡു യു യൂഷ്വലി ഡു ആഫ്റ്റർ സ്കൂൾ. അപ്പം നിങ്ങളുടെ സ്കൂൾ കഴിഞ്ഞ് വന്നാൽ നിങ്ങൾ എന്നും എന്താണ് ചെയ്യാറ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അവരെന്തായിരിക്കും ചെയ്യാറ് എന്ന് നമുക്ക് നോക്കാം. മോം ക്യാൻ വി വാച്ച് ടെലിവിഷൻ ആസ്ക്ഡ് ബ്രൗൺ ദ എൽഡസ്റ്റ്. അപ്പോൾ എൽഡസ്റ്റ് കുട്ടിയായിട്ടുള്ള ബ്രൗൺ ചോദിക്കുകയാണ് ഞങ്ങൾ ടെലിവിഷൻ വാച്ച് ചെയ്തോട്ടെ, TV കണ്ടോട്ടെ എന്ന് ചോദിക്കുകയാണല്ലേ. നോ ടൈം ഡിയേഴ്സ്, പുട്ട് യുവർ ബാഗ്സ് ഡൗൺ ആൻഡ് ഫോളോ മീ, വി ആർ ഗോയിങ് ഫോർ എ റൺ. അപ്പോൾ എന്താണ് പറയുന്നത്, നമുക്ക് സമയമില്ല, നിങ്ങളെല്ലാവരും നിങ്ങളുടെ ബാഗ് താഴെ വെച്ചിട്ട് എന്നെ ഫോളോ ചെയ്യൂ, നമുക്ക് ഒരു റണ്ണിന് പോകാം എന്നാണ് പറയുന്നത്. ലുക്ക് വി ആർ ഗെറ്റിംഗ് പ്രിറ്റി ഹെവി സൈഡ് ദ മദർ എലിഫൻറ്റ്. നോക്കൂ നമ്മൾ ഭയങ്കര ഭാരമായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അമ്മ പറയുകയാണ് അല്ലേ. ദേ വെൻ ഫോർ എ ജോഗ്. അപ്പോൾ അവർ എല്ലാവരും കൂടെ ഒരു ജോഗിന് പോവുകയാണ്. വേർ ഡു പീപ്പിൾ ഗോ ഫോർ ജോഗിങ്. എവിടെയാണ് ജോഗിങ്ങിന് വേണ്ടിയിട്ട് ആൾക്കാരൊക്കെ പോവാറ്? അതെ അല്ലേ, പീപ്പിൾ ഗോ ടു പാർക്ക് ഫോർ ജോഗിങ്. അപ്പോൾ പാർക്കിലേക്കൊക്കെയാണ് ആൾക്കാർ ജോഗിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാറുള്ളത്. ഈസ് ടീ റെഡി മോം ആസ്ക്ഡ് ഡെല്ല. നോ ടീ ടുഡേ, ലെറ്റ്സ് ഡ്രിങ്ക് ബിറ്റർ ഗാഡ് ജ്യൂസ് സെയ്ഡ് ദ മോം. അപ്പോൾ എന്താണ്, ടീ റെഡി ആയോ, ചായ റെഡി ആയോ അമ്മ എന്ന് ഡെല്ല ചോദിക്കുകയാണ്. അപ്പോൾ അമ്മ എന്താണ് പറയുന്നത്, ഇല്ല ഇന്ന് ടീ ഇല്ല, ഇന്ന് അതിന് പകരം നമുക്ക് എന്താണ് ബിറ്റർ ഗാഡ് ജ്യൂസാണ്, അതായത് കയ്പയ്ക്ക ജ്യൂസാണ് എന്നാണ് പറയുന്നത്. ഹോ മൈ ഗോഡ് ഡെല്ല പുട്ട് ഹെർ ഹാൻഡ്സ് ഓൺ ഹെർ ഹെഡ്. അപ്പോൾ എന്താണ് ഹോ മൈ ഗോഡ് എന്ന് പറഞ്ഞിട്ട് ഡെല്ല അവളുടെ ഹാൻഡ്സ് ഹെഡിൽ വെക്കുകയാണല്ലേ. വാട്ട് ഈസ് റോങ് വിത്ത് മോം ആസ്ക്ഡ് ദ ബേബി എലിഫൻറ്റ്. അപ്പോൾ ബേബി എലിഫൻറ്റ് ചോദിക്കുകയാണ് എന്താണ് അമ്മ ഇങ്ങനെ എന്ന് ചോദിക്കുകയാണല്ലേ. വിൽ ദ കിഡ്സ് ലൈക്ക് ബിറ്റർ ഗാഡ് ജ്യൂസ് വൈ. കിഡ്സിന് ബിറ്റർ ഗാഡ് ജ്യൂസ് ഇഷ്ടമാവുമോ, എന്തുകൊണ്ട് എന്ന് നമുക്ക് നോക്കാം. വേർ ഹാസ് ദ ഫാദർ എലിഫൻറ്റ് ഗോൺ. ഫാദർ എലിഫൻറ്റ് എവിടേക്കായിരിക്കും പോയിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കിയാലോ. ലൈറ്റ് ഇൻ ദ ഈവനിങ് ഫാദർ എലിഫൻറ്റ് കെയിം ഹോം ആഫ്റ്റർ വർക്ക്. അപ്പോൾ വർക്കിന് ശേഷം ഈവനിങ്ങിൽ ഫാദർ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. ഹീ സ്വിച്ച്ഡ് ഓൺ ദ ടെലിവിഷൻ ആൻഡ് ലേ ഓൺ ദ സോഫ.
അപ്പോൾ അവൻ എന്താണ് ടെലിവിഷൻ ഓൺ ചെയ്യുകയും സോഫയിൽ കിടക്കുകയും ചെയ്യുകയാണ്. നോ ഡിയർ, പ്ലീസ് സ്വിച്ച് ഓഫ് ദ TV, ലെറ്റ്സ് ഗോ ടു ദ പാർക്ക് ആൻഡ് ഡു സം എക്സസൈസ് സൈഡ് ദ മദർ എലിഫന്റ്. അപ്പോൾ എന്താണ് നിങ്ങൾ TV ഓഫ് ചെയ്യൂ, നമ്മൾ പാർക്കിലേക്ക് പോവുകയാണ്, എന്നിട്ട് കുറച്ച് എക്സസൈസസ് ചെയ്യാമെന്ന് മദർ എലിഫന്റ് പറയുകയാണ്. അപ്പോൾ വൈ ആസ്ക്ഡ് ദ ഫാദർ എലിഫന്റ്, ഫാദർ എലിഫന്റ് ചോദിക്കുന്നുണ്ട് എന്തിന് എന്ന്. ഫോർ ബിക്കമിങ് തിന്നർ ഷീ റിപ്ലൈഡ്. അപ്പോൾ എന്താണ് അവൾ റിപ്ലൈ കൊടുത്തത് എന്താണ്, നമുക്കൊന്നും കൂടെ മെലിയാൻ വേണ്ടിയിട്ട് എന്ന് പറയുകയാണ് അല്ലേ. വാട്ട് വിൽ ദേ ഡു ഇൻ ദ പാർക്ക്, പാർക്കിൽ അവരൊക്കെ എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കിയാലോ. Every day the family did many exercises, stretching, bending, jogging, sit-ups, cycling. അപ്പോൾ എന്താണ് എല്ലാ ദിവസവും അവരുടെ ഫാമിലി ഒരുപാട് എക്സസൈസുകൾ ചെയ്യാറുണ്ടായിരുന്നു. എന്തൊക്കെ എക്സസൈസുകളാണ് ചെയ്യുന്നത് എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. സ്ട്രെച്ചിങ് ചെയ്യും, ബെൻഡിങ് ചെയ്യും, ജോഗിങ് ചെയ്യും, സിറ്റപ്സ് ചെയ്യും, സൈക്ലിങ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ അവർ ചെയ്യുന്ന എക്സസൈസുകളുടെ പേരുകളാണ്. എവ്രി വൺ ഗോട്ട് ടയേർഡ്. അപ്പോൾ എന്നിട്ട് എന്താണ് എല്ലാവരും ക്ഷീണിതരാവുകയാണല്ലേ. ബട്ട് ദർ വാസ് നോ തിന്നിങ്, പക്ഷെ അവർ തീരെ മെലിയുന്നില്ല. ദിസ് will not work, we cannot be thinner, elephants are always fat, said Luke. അപ്പോൾ ലൂക്കെ എന്താണ് പറയുന്നത്, ഇതൊരിക്കലും വർക്ക് ആവുകയില്ല, നമ്മൾ ഒരിക്കലും എന്താണ് മെലിയുകയില്ല, എപ്പോഴും എലിഫൻസ് എന്താണ് തടിച്ചവരാണ് എന്ന് പറയുകയാണ് അല്ലേ. നോ വി മസ്റ്റ് ട്രൈ ഹാർഡർ സൈഡ് ദ മദർ എലിഫന്റ്. അപ്പോൾ മദർ എലിഫന്റ് എന്താണ് വീണ്ടും പറയുന്നത്, ഇല്ല നമ്മൾ നന്നായി ഹാർഡ് വർക്ക് ചെയ്യണമെന്ന് പറയുകയാണല്ലേ. ഷീ വൈപ്ഡ് ഹെർ സ്വെറ്റ് വിത്ത് എ ടവൽ. അപ്പോൾ അവളുടെ സ്വെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വിയർപ്പ് ടവൽ കൊണ്ട് തുടയ്ക്കുകയാണ്. ഡു യു ലൈക്ക് തിൻ എലിഫൻസ്, നിങ്ങൾക്ക് മെലിഞ്ഞ എലിഫൻസിനെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. മെലിഞ്ഞ എലിഫൻസിനെ നമ്മൾ കണ്ടിട്ടുണ്ടോ, ഇല്ല അല്ലേ. എലിഫൻസ് ഓൾവേസ് ഫാറ്റ് ആണല്ലേ. അടുത്തതാണ് ഹൂ ഈസ് അറ്റ് ദ ഡോർ, ആരായിരിക്കും ആ ഡോറിൻ്റെ അരികിലുള്ളത് എന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് റീഡ് ദ ഡോർ ബെൽ റാങ്. അപ്പോൾ എന്താണ് ഡോറിൻ്റെ ബെല്ല് റാങ് എന്ന് പറഞ്ഞാൽ റിങ് ചെയ്യുക എന്നാണ് അർത്ഥം. അപ്പോൾ റിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ. ദ മദർ എലിഫൻറ്റ് ഓപ്പൺ ദ ഡോർ. അപ്പോൾ മദർ എലിഫൻറ്റ് വന്നിട്ട് ഡോർ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. ഹിയർ ഈസ് എ പാർസൽ ഫോർ യു, ദ എലിഫൻറ്റ് അറ്റ് ദ ഡോർ സ്റ്റെപ്പ് സൈഡ്. അപ്പോൾ ഡോർ സ്റ്റെപ്പിൻ്റെ അവിടെയുള്ള എലിഫൻറ്റ് പറയുകയാണ് നിങ്ങൾക്ക് ഇതാ ഒരു പാർസൽ എന്ന് പറയുന്നുണ്ട്. ഇറ്റ് വാസ് എ പാർസൽ ഫ്രം ഗ്രാൻഡ്മ, ഇത് ഗ്രാൻഡ്മയിൽ നിന്നുള്ള ഒരു പാർസലാണ്. വാട്ട് ഈസ് ഇൻസൈഡ്, എവരി വൺ സ്റ്റാഡ് അറ്റ് ദ ബോക്സ്. അപ്പോൾ എല്ലാവരും ആ ബോക്സിലേക്ക് തുറച്ചു നോക്കിക്കൊണ്ട് എന്താണ് ഇതിൻ്റെ ഉള്ളിൽ എന്ന് ചോദിക്കുകയാണ്. ദ ഫാദർ ഓപ്പൺ ദ പാർസൽ ആരാണ് ഓപ്പൺ ചെയ്തത്, ഫാദർ പാർസൽ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് അല്ലേ. വാട്ട് ഈസ് ഇൻസൈഡ് ദ പാക്കറ്റ്, എന്തായിരിക്കും ആ പാക്കറ്റിൻ്റെ ഉള്ളിൽ എന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ലെറ്റ്സ് റീഡ്. വാവ് എ കേക്ക്, ദ ചിൽഡ്രൻ ഡാൻസ്ഡ് വിത്ത് ജോയ്. അപ്പോൾ എന്താണ് ഇതൊരു കേക്ക് ആയിരുന്നു അല്ലേ. അപ്പോൾ ചിൽഡ്രൻസിനെല്ലാം സന്തോഷം കൊണ്ട് അവർ ഡാൻസ് ചെയ്യാൻ തുടങ്ങുകയാണ്. വാട്ട് എ സ്വീറ്റ് സ്മെൽ, ലൂക്കെ ടച്ച്ഡ് ദ കേക്ക് വിത്ത് ഹിസ് ട്രങ്ക്. അപ്പോൾ എന്താണ് തുമ്പിക്കൈ കൊണ്ട് ലൂക്കെ ആ കേക്ക് ടച്ച് ചെയ്ത് നോക്കിയിട്ട് പറയുകയാണ് എന്തൊരു സ്വീറ്റ് സ്മെല്ലാണ് ഇതിന് എന്ന് പറയുന്നുണ്ട്. ലുക്ക് അറ്റ് ഇറ്റ്സ് കളർ, ഡെല്ല സൈഡ്. അപ്പോൾ ഡെല്ല എന്താണ് പറയുന്നത്, അതിൻ്റെ കളർ നോക്കൂ എന്ന് പറയുന്നുണ്ട്. ദർ ആർ ഫ്ലവേഴ്സ് ഓൺ ഇറ്റ് ബ്രൗൺ ആഡഡ്. അപ്പോൾ ബ്രൗണും പറയുന്നുണ്ട് അതിന്മേൽ ഫ്ലവേഴ്സ് ഉണ്ട് എന്നും പറയുന്നുണ്ട്. മോം പ്ലീസ് കട്ട് ഇറ്റ്, ഐ വാണ്ട് കേക്ക് നൗ. അപ്പോൾ എന്താണ് പറയുന്നത്, അമ്മേ കേക്ക് കട്ട് ചെയ്യൂ, എനിക്കിപ്പോൾ തന്നെ കേക്ക് വേണമെന്ന് ബേബി എലിഫന്റ് പറഞ്ഞ് കരയുന്നുണ്ടല്ലേ. ദ മദർ കെയിം നിയർ, ഷീ സ്മെൽഡ് ദ കേക്ക്. അപ്പോൾ എന്താണ് അമ്മ അതിൻ്റെ അടുത്തേക്ക് വരികയും കേക്ക് മണത്ത് നോക്കുകയും ചെയ്യുന്നുണ്ട്. വാട്ട് വിൽ ദ മദർ ഡു, എന്തായിരിക്കും അമ്മ ചെയ്തിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ അവർ ആദ്യമേ തീരുമാനം എടുത്തിട്ടുണ്ടല്ലേ ബിസ്ക്കറ്റ്സും ബേക്കറീസും ഒക്കെ ഒഴിവാക്കിയത്. അപ്പോൾ എന്തായിരിക്കും ഈ അമ്മ ഈ കേക്കുമായി എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം. അവർ കഴിച്ചിട്ടുണ്ടാവുമോ അല്ലെങ്കിൽ അമ്മ അത് കളഞ്ഞിട്ടുണ്ടാവുമോ എന്നൊക്കെ നോക്കാം അല്ലേ. ഇറ്റ് ഈസ് എമ്മി ബട്ട്, ഇത് എമ്മിയൊക്കെയാണ്, പക്ഷേ എവ്രിബഡി ലുക്ക്ഡ് അറ്റ് ദ മദർ. അമ്മ അത് പറഞ്ഞപ്പോൾ എല്ലാവരും അമ്മയെ നോക്കുകയാണ്. വി വിൽ നോട്ട് ഈറ്റ് ഇറ്റ്, ലെറ്റ്സ് കീപ്പ് ഇറ്റ് ഫോർ ഗസ്റ്റ്, ദ മദർ സൈഡ്. അപ്പോൾ എന്താണ് നമ്മളിതൊരിക്കലും കഴിക്കുന്നില്ല, നമ്മളിത് ഗസ്റ്റുകൾ വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് സൂക്ഷിച്ചു വെക്കുമെന്നാണ് അമ്മ പറയുന്നത്. ഷീ പുട്ട് ദ കേക്ക് ഇൻ ദ ഫ്രിഡ്ജ്. അപ്പോൾ ഫ്രിഡ്ജിൽ അമ്മ ആ കേക്ക് എടുത്തു വെക്കുകയാണ്. വാട്ട് വിൽ ദ എലിഫന്റ് കിഡ്സ് ഡു നൗ. അപ്പോൾ എന്തായിരിക്കും എലിഫന്റ് കിഡ്സ് ഇപ്പോൾ ചെയ്തിട്ടുണ്ടാവുക എന്ന് ചോദിക്കുന്നുണ്ട്. എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കിയാലോ. വാട്ട് വിൽ ദേ ടോക്ക് അബൌട്ട് ദ കേക്ക്, കേക്കിനെ കുറിച്ച് അവർ എന്തൊക്കെയായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക എന്നാണ് നോക്കാൻ പോകുന്നത്. ലെറ്റ്സ് റീഡ്. ആഫ്റ്റർ സപ്പർ ഓൾ വെന്റ് ടു ബെഡ്. അപ്പോൾ
രാത്രി ഭക്ഷണത്തിന് ശേഷം എല്ലാവരും ബെഡിലേക്ക് പോയി കിടക്കുകയാണ്. അപ്പോൾ സപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ഭക്ഷണമാണ് കേട്ടോ. വെൻ വിൽ എ ഗസ്റ്റ് വിസിറ്റ് ആസ് ദ ബേബി എലിഫന്റ് ആസ്ക്ഡ്. അപ്പോൾ ബേബി എലിഫന്റ് ചോദിക്കുകയാണ് എപ്പോഴായിരിക്കും ഒരു ഗസ്റ്റ് നമ്മളെ കാണാൻ വരിക എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. വൈ ഡു യു വാണ്ട് എ ഗസ്റ്റ് ബ്രൗൺ ആസ്ക്ഡ്. അപ്പോൾ ബ്രൗൺ ചോദിക്കുന്നുണ്ട് എന്തിനാണ് നിനക്കൊരു ഗസ്റ്റിനെ ഇപ്പോൾ എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ മോം വിൽ കട്ട് ദ കേക്ക് ദെൻ സെയ്ഡ് ദ ബേബി എലിഫന്റ്. അപ്പോഴല്ലേ മോമ് കേക്ക് കട്ട് ചെയ്യുള്ളൂ എന്ന് പറയുന്നുണ്ട് ആര്, ബേബി എലിഫന്റ് അല്ലേ. ഇറ്റ് ഈസ് എ സ്പോഞ്ച് കേക്ക് ലൂക്കെ സെയ്ഡ്. അതൊരു സ്പോഞ്ച് കേക്ക് ആണ് എന്ന് ലൂക്കെ പറയുന്നുണ്ട്. ദ ഫ്ലവേഴ്സ് ഓൺ ഇറ്റ് ആർ മെയ്ഡ് ഓഫ് ഷുഗർ. ഡെല്ല ലിക്വിഡ് ഹെർ ലിപ്സ്. അപ്പോൾ ഡെല്ല അവളുടെ ലിപ്സ് ഇങ്ങനെ നക്കിക്കൊണ്ട് പറയുകയാണ് അതിലുള്ള ഫ്ലവേഴ്സൊക്കെ ഷുഗർ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. എവറി വൺ തോട്ട് അബൌട്ട് ദ കേക്ക് ദേ കുഡിൻറ്റ് സ്ലീപ്പ്. എല്ലാവരും കേക്കിനെ കുറിച്ച് ആലോചിക്കുകയും അവർക്ക് ഉറക്ക് വരാതാവുകയും ചെയ്യുകയാണ്. വിൽ ദ മദർ ഗീവ് ദം ദ കേക്ക്. അമ്മ അവർക്ക് കേക്ക് കൊടുത്തിട്ടുണ്ടാവുമോ എന്ന് നമുക്ക് നോക്കാം അല്ലേ. Let's read. The mother elephant too was eager to taste the cake. At midnight she got up. All are sleeping, she thought. അപ്പോൾ എന്താണ് മദർ എലിഫൻറ്റിനും കേക്ക് ടേസ്റ്റ് ചെയ്യാണ്ട് ഭയങ്കര ഇടങ്ങേറാണ്. അവർക്കും ടേസ്റ്റ് ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ടല്ലേ. അറ്റ് മിഡ് നൈറ്റ് അപ്പോൾ രാത്രി സമയത്ത് അവർ എണീക്കുകയും എന്നിട്ട് എല്ലാവരും ഉറങ്ങുകയായിരിക്കും എന്ന് ചിന്തിക്കുകയും ചെയ്യുകയാണ്. ഷീ വാക്ക്ഡ് വെരി ക്വാറ്റ്ലി ടു ദ കിച്ചൺ. അപ്പോൾ എന്താണ് ഭയങ്കര പതുക്കെ അവൾ കിച്ചണിലേക്ക് നടന്നു പോവുകയാണ്. സ്ലോലി ഷീ ഓപ്പൺ ദ ഫ്രിഡ്ജ് ആൻഡ് ടുക്ക് ഔട്ട് ദ പാക്കറ്റ്. അപ്പോൾ എന്താണ് പതുക്കെ അവൾ ഫ്രിഡ്ജ് തുറക്കുകയും അതിൽ നിന്ന് ആ പാക്കറ്റ് എടുക്കുകയും ചെയ്യുകയാണ്. വാട്ട് എ സ്വീറ്റ് സ്മെൽ. അപ്പോൾ എന്താണ് അവൾ പറയുന്നത് ഇത് എന്തൊരു സ്വീറ്റ് സ്മെല്ലാണ് എന്ന് പറയുന്നുണ്ടല്ലേ. ഷീ ക്ലോസ്ഡ് ഹെർ ഐസ് ആൻഡ് എൻജോയ്ഡ് ദ സ്വീറ്റ് സ്മെൽ ഓഫ് ദ കേക്ക്. ഹെർ മൗത്ത് വാട്ടേർഡ്. അപ്പോൾ എന്താണ് അവൾ കണ്ണടക്കുകയും അവൾ ആ സ്വീറ്റ് സ്മെല്ല് എൻജോയ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ അവളുടെ വായിൽ വെള്ളം വരികയും ചെയ്യുന്നുണ്ട് അല്ലേ. വിൽ എനിബഡി സീ ഹെർ. വിൽ ഷീ ഈറ്റ് ദ വോൾ കേക്ക്. ആരെങ്കിലും അവളെ കണ്ടിട്ടുണ്ടാവോ, അവൾ എല്ലാ കേക്കും മുഴുവനും കഴിച്ചിട്ടുണ്ടാവോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം അല്ലേ. The mother opened the packet. Alas, there was only one piece left. Where are the other pieces? Who ate them? അപ്പോൾ അവൾ ആ പാക്കറ്റ് തുറന്ന് നോക്കുമ്പോൾ എന്താണ് അതിലാകെ ഒരു പീസേ ഉള്ളൂ. അലാസ് എന്ന് പറഞ്ഞാൽ അയ്യോ എന്നാണ്. മലയാളത്തിൽ അയ്യോ എന്നുള്ള ഒരു വേർഡ് ഇംഗ്ലീഷിൽ അലാസ് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അലാസ് ദർ വാസ് ഓൺലി വൺ പീസ് ലെഫ്റ്റ് എന്ന് അവൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ ബാക്കിയുള്ള പീസുകളൊക്കെ എവിടെ പോയിട്ടുണ്ടാവും, ആരായിരിക്കും കഴിച്ചിട്ടുണ്ടാവുക എന്നാണ് അവൾ ചോദിക്കുന്നത്. എനിവേ ഐ വിൽ ഈറ്റ് ദിസ്. എന്തായാലും ഞാൻ ഈ ഒരു കഷ്ണം തിന്നുകയാണ് എന്ന് പറയുകയാണ്. ഷീ ടുക്ക് ദ ലാസ്റ്റ് പീസ് ഫ്രം ദ പാക്കറ്റ്. അപ്പോൾ അവൾ ആ ലാസ്റ്റ് പീസ് ആ പാക്കറ്റിൽ നിന്ന് എടുക്കുകയാണ്. ഗോട്ട് യു സഡൻലി ഷീ ഹിയർഡ് എ വോയിസ്. അപ്പോൾ എന്താണ് കിട്ടി നിന്നെ. പെട്ടെന്ന് അവൾ ഒരു വോയിസ് കേൾക്കുകയാണ് അല്ലേ. ഗോട്ട് യു സഡൻലി ദ മദർ എലിഫന്റ് ഹിയർഡ് എ വോയിസ്. ഹൂ സൈഡ് ദാറ്റ്. അപ്പോൾ എന്താണ് ഗോട്ട് യു എന്ന് പറയുന്നത് ഒരു പെട്ടെന്നുള്ള ആ ഒരു സൗണ്ട് മദർ എലിഫന്റ് കേൾക്കുകയാണ്. അപ്പോൾ അത് ആരായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അത് ആരായിരിക്കും എന്ന് നമുക്ക് നോക്കാം അല്ലേ. ദ മദർ എലിഫൻറ്റ് ടേൺ ദ ലൈറ്റ് ഓൺ. അപ്പോൾ എന്താണ് മദർ എലിഫൻറ്റ് ലൈറ്റ് ഓൺ ചെയ്യുകയാണ്. ദ ഫാദർ ആൻഡ് ദ കിഡ്സ് വെർ അണ്ടർ ദ ടേബിൾ. അപ്പോൾ ടേബിളിനടിയിൽ ആരൊക്കെയാണ്? അച്ഛനും മക്കളും ടേബിളിനടിയിലുണ്ടല്ലേ. ദേ വർ ഓൾ ഈറ്റിംഗ് ദ കേക്ക്. അപ്പോൾ എന്താണ് അവരെല്ലാവരും കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. യു ഓൾ ഹിയർ. ഐ കെയിം ടു ക്യാച്ച് ദ തീവ്സ്. നിങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടോ? അപ്പോൾ അവൾ ഇങ്ങനെ വിക്കി പറയുകയാണ് ഞാൻ കള്ളന്മാരെ പിടിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറയുന്നുണ്ടല്ലേ. ദ മദർ സൈഡ് വിത്ത് എ ഷൈ സ്മൈൽ. അപ്പം എന്താണ് ഒരു ചമ്മിയ ചിരിയോട് കൂടിയിട്ടാണ് അമ്മ ഇത് പറയുന്നത്. ബട്ട് വി കോട്ട് ദ തീഫ്. ഡെല്ല ലോഫ്ഡ് അലൗഡ്. അപ്പം എന്താണ് ഡെല്ല ഉറക്കെ ചിരിച്ചുകൊണ്ട് പറയുകയാണ് പക്ഷേ ഞങ്ങൾക്കൊരു തീഫിനെ കിട്ടി, ഞങ്ങളൊരു തീഫിനെ പിടിച്ചു എന്ന് പറയുന്നുണ്ട് അല്ലേ. വാട്ട് വിൽ ദ മദർ ഡു നൗ. അപ്പം എന്തായിരിക്കും അമ്മ ഇപ്പോൾ ചെയ്തിട്ടുണ്ടാവുക? അപ്പം അമ്മയാണല്ലേ എന്താ പറയുക തിന്നാവണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് റൂൾസൊക്കെ കൊണ്ടുവന്നത്. പക്ഷെ അമ്മ തന്നെ ആ റൂൾസൊക്കെ ബ്രേക്ക് ചെയ്യാണ്. അപ്പം ആ അമ്മയെ മക്കളും അച്ഛനും കൂടെ പിടികൂടുകയാണല്ലേ. മദർ എയ്റ്റ് ദ ലാസ്റ്റ് പീസ് ഓഫ് കേക്ക് വിത്ത് എ സ്മൈൽ. അപ്പോൾ ലാസ്റ്റ് പീസ് കേക്ക് ഒരു ചിരിയോടുകൂടി അമ്മയും കഴിക്കുകയാണ്. മോം ഡോണ്ട് യു വാണ്ട് ടു ബി തിൻ ആസ്ക്ഡ് ദ ബേബി എലിഫന്റ്. അപ്പോൾ ബേബി എലിഫന്റ് ചോദിക്കുകയാണ് അമ്മേ നിങ്ങൾക്ക് തടി കുറയ്ക്കണ്ടേ, തിന്നാവണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. യെസ് ഓഫ് കോഴ്സ് വി വിൽ ഈറ്റ് കേക്ക്സ് ടുഡേ ആൻഡ് ടുമോറോ വി വിൽ വർക്ക് ഔട്ട് ഈവൻ ഹാർഡർ. ദ മദർ സൈഡ്. അപ്പോൾ എന്താണ് നമ്മൾ ഇന്ന്
കേക്ക് കഴിച്ചാലും നാളെ മുതൽ നമുക്ക് എക്സസൈസുകളും വർക്കൗട്ട്സും ഒക്കെ ഒന്നും കൂടെ ഹാർഡായിട്ട് ചെയ്യാം എന്ന് പറയുന്നുണ്ടല്ലേ. കേക്ക് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി സെയ്ഡ് ദ ബേബി എലിഫൻറ്റ്. കേക്കാണ് എൻ്റെ എനർജിയുടെ സീക്രട്ട് എന്ന് ആര് പറയുകയാണ്? ബേബി എലിഫൻറ്റ് പറയുകയാണ്. എവ്രി വൺ ലോഫ്ഡ് ആൻഡ് വെൻ ടു ബെഡ്. അപ്പോൾ എല്ലാവരും ചിരിക്കുകയും അവരെല്ലാവരും ബെഡിലേക്ക് തന്നെ പോവുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു പാഠഭാഗം. ഇനി നമുക്കിതിൽ ഇഫ് യു മീറ്റ് എൻ എലിഫൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പോം തന്നിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. ഇഫ് യു മീറ്റ് എൻ എലിഫൻറ്റ് ഓൺ എ സണ്ണി ഡേ വാട്ട് വുഡ് യു ഡു, വാട്ട് വുഡ് യു സേ? നിങ്ങളൊരു സൺഡേയിൽ നിങ്ങളൊരു എലിഫൻറ്റിനെ കാണുകയാണെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക, നിങ്ങൾ എന്തായിരിക്കും പറയുക എന്നാണ് ചോദിക്കുന്നത്. ഐ വുഡ് സേ ഗുഡ് മോർണിംഗ് എലിഫൻറ്റ്, ഹൗ ഡു യു ഡു? അപ്പം ഞാൻ ചോദിക്കും, ഗുഡ് മോർണിംഗ് പറയും. എന്നിട്ട് നീ എന്താണ് ചെയ്യുന്നത് എന്ന് എലിഫൻറ്റിനോട് ചോദിക്കും. ഐ എം ഗ്ലാഡ് ടു മീറ്റ് യു എലിഫൻറ്റ്, ഐ വുഡ് ലൈക്ക് ടു ഡാൻസ് വിത്ത് യു. ഞാൻ നിന്നെ കണ്ടതിൽ ഒരുപാട് സന്തോഷിക്കുന്നു, എനിക്ക് നിന്നെയുമായിട്ട് ഡാൻസ് കളിക്കണമെന്നാണ് പറയുക എന്നാണ് പറയുന്നത്. ഇഫ് യു മീറ്റ് എ പാരറ്റ് ഓൺ എ റെയിനി ഡേ വാട്ട് വുഡ് യു ഡു, വാട്ട് വുഡ് യു സേ? നിങ്ങളൊരു മഴ ദിവസം നിങ്ങളൊരു പാരറ്റിനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക, നിങ്ങൾ എന്തായിരിക്കും പറയുക എന്നാണ് ചോദിക്കുന്നത്. ഐ വുഡ് സേ ഗുഡ് മോർണിംഗ് പാരറ്റ്, ഹൗ ഡു യു ഡു? ഐ എം ഗ്ലാഡ് ടു മീറ്റ് യു പാരറ്റ്, ഐ വുഡ് ലൈക്ക് ടു ഡാൻസ് വിത്ത് യു. അപ്പോൾ ഗുഡ് മോർണിംഗ് പറയുകയും അതുപോലെ നീ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുകയും ഞാൻ നിന്നെ കണ്ടതിൽ വളരെയധികം സന്തോഷിക്കുന്നു പാരറ്റ് എന്ന് പറയുകയും അതുപോലെ ഞാൻ നിന്നെയുമായി ഡാൻസ് കളിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുകയും ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണൊരു പോം. അപ്പോൾ ഈ ഒരു പോം നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ ഒന്ന് വായിച്ചു നോക്കൂ കേട്ടോ. ഒരു പാരറ്റിൻ്റെയും ഒരു എലിഫൻറ്റിൻ്റെയും പോമാണല്ലേ. അപ്പോൾ പോം എല്ലാ കൂട്ടുകാരും നല്ലപോലെ ഈണത്തിലൊക്കെ ഒന്ന് പാടി നോക്കൂ കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു യൂണിറ്റിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ആകെ ഒരു ആക്ടിവിറ്റിയെ തന്നിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാ ആക്ടിവിറ്റീസും നമ്മുടെ പ്യൂപ്പ എന്ന് പറയുന്ന ആക്ടിവിറ്റി ബുക്കിലാണല്ലേ. അപ്പോൾ ആ ആക്ടിവിറ്റി ബുക്കിലുള്ള എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ അതിൻ്റെ ആൻസേഴ്സും നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന വീഡിയോ എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ ഈ ഒരു ആക്ടിവിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. അറേഞ്ച് ദ ഇവൻറ്റ്സ് ഓഫ് ദ സ്റ്റോറി ഇൻ പ്രോപ്പർ ഓർഡർ. അപ്പോൾ ഈ സ്റ്റോറിയിലുള്ള കുറച്ച് ഇവൻറ്റ്സ് ആണ് അവിടെ തന്നിട്ടുള്ളത്. അത് നമ്മളോട് പ്രോപ്പർ ആയിട്ടുള്ള ഓർഡറിൽ എഴുതാനാണ് പറയുന്നത്. അവിടെ തന്നിട്ടുള്ളത് എന്താണ് ഡിസോർഡർ ആയിട്ടാണ്. അപ്പോൾ അത് നമുക്കൊന്ന് ഓർഡർ ആക്കി നോക്കാം അല്ലേ. അപ്പോൾ ഫസ്റ്റ് എന്താണ് നടന്നത്? ഗ്രാൻഡ്മ സെൻഡ് എ കേക്ക് ടു ദ എലിഫൻറ്റ് ഫാമിലി. എലിഫൻറ്റ് ഫാമിലിക്ക് ഗ്രാൻഡ്മ ഒരു കേക്ക് കൊടുത്തയക്കുകയാണ് ചെയ്യുന്നത്. അടുത്തത് ദ എലിഫൻറ്റ് കിഡ്സ് വാണ്ടഡ് ടു ഈറ്റ് ദ കേക്ക്. അപ്പോൾ എന്താണ്? എലിഫൻറ്റ് കിഡ്സിന് കേക്ക് കഴിക്കാൻ ആഗ്രഹം തോന്നി. ബട്ട് ദ മദർ കെപ്റ്റ് ദ കേക്ക് ഇൻ ദ ഫ്രിഡ്ജ്. അപ്പോൾ എന്താണ്? പക്ഷേ അമ്മ കേക്ക് ഫ്രിഡ്ജിൽ വെച്ചു. അടുത്തത് ദ മദർ എലിഫൻറ്റ് വാക്ക്ഡ് ക്വാക്ലി ടു ദ കിച്ചണിലേക്ക് വളരെ പതുക്കെ മദർ എലിഫൻറ്റ് നടന്നു പോവുകയാണ്. പിന്നെ എന്താണ് സംഭവിച്ചത്? അറ്റ് ദ നൈറ്റ് ദ ഫാദർ എലിഫൻറ്റ് ആൻഡ് ദ കിഡ്സ് ടുക്ക് ദ കേക്ക് ആൻഡ് എയ്റ്റ് ഇറ്റ്. അപ്പോൾ എന്താണ്? രാത്രി ഫാദർ എലിഫൻറ്റും കിഡ്സും കേക്ക് എടുത്ത് തിന്നുകയാണ്. അടുത്തതാണ് ദ മദർ ഫെൽറ്റ് അഷെയിംഡ്. അപ്പോൾ അമ്മയ്ക്ക് ആകെ ഷെയിം തോന്നുകയാണ്. വി കോൾഡ് ദ തീഫ്, ഡെല്ല ലോഫ്ഡ് അലൗഡ്. അപ്പോൾ എന്താണ്? ഡെല്ല ഉറക്കെ ചിരിച്ചുകൊണ്ട് പറയുകയാണ് ഞങ്ങൾ തീഫിനെ പിടിച്ചു എന്ന് പറയുകയാണല്ലോ. അപ്പോൾ ഇതാണ് ആ ഒരു സ്റ്റോറിയുടെ ഇവൻറ്റ്സ്. അപ്പോൾ ഇനിയുള്ള നിങ്ങളെ ആക്ടിവിറ്റി ബുക്സിലെ ആക്ടിവിറ്റീസ് ആയിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് വരുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള പാഠഭാഗവും അതിലെ ന്യൂ വേർഡ്സും മീനിങ്സും പോമും ആക്ടിവിറ്റീസും എല്ലാം കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ആക്ടിവിറ്റി നിങ്ങൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്കിലേക്ക് എഴുതിയെടുക്കൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.